നമസ്കാരം. ADM നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണം തന്നെയാണ് കേരളത്തിലെ ഒട്ടുമിക്ക ചാനലുകളും ഇപ്പോൾ ചർച്ചയാക്കിക്കൊണ്ടിരിക്കുന്നത്. മുഖ്യധാര മാധ്യമങ്ങളടക്കം നവമാധ്യമങ്ങളടക്കം എല്ലാ മാധ്യമങ്ങളും ഒരേ ഒരു വിഷയം തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. കാരണം കേരളത്തിൻ്റെ മനസാക്ഷിയെ നടുക്കിയ, കേരളത്തിൻ്റെ മനസാക്ഷിയെ മരവിപ്പിച്ച ഇതുപോലൊരു സംഭവം അടുത്ത കാലത്തൊന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഒരു മനുഷ്യനെ, കറകളഞ്ഞ ഒരു ഉദ്യോഗസ്ഥനെ ചില സ്ഥാപിത താല്പര്യക്കാരുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്തതിൻ്റെ പേരിൽ കൊന്നുകളഞ്ഞു എന്നുള്ള ഒരു സംശയമാണ് നവീൻ ബാബുവിൻ്റെ മരണത്തെ ചുറ്റിപ്പറ്റി ഉയരുന്നത്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതല്ല, ചെയ്യാൻ യാതൊരു സാധ്യതയില്ല എന്ന് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷയും കുടുംബക്കാരും ഒരേ സ്വരത്തിൽ പറയുമ്പോൾ കണ്ണൂരിലെ നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകരും ഇതുതന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. ഉദ്യോഗസ്ഥ തലത്തിൽ മികവുറ്റ ട്രാക്ക് റെക്കോർഡ് മാത്രമുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ ക്ഷണിക്കപ്പെടാത്ത അതിഥിയായി വന്നെത്തിക്കൊണ്ട് കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന PP ദിവ്യ ചില അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചത് അത്രയും കളവാണ് എന്ന് നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകർക്ക് പോലും അറിയാം. കാരണം വർഷങ്ങളായി നവീൻ ബാബുവിനെ അറിയാവുന്നവരാരും തന്നെ വിശ്വസിക്കില്ല നവീൻ ബാബു ആരുടെ കയ്യിൽ നിന്നും ഒരു കാര്യം സാധിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു നയാ പൈസ പോലും വാങ്ങിക്കില്ല എന്ന്. അങ്ങനെയെങ്കിൽ PP ദിവ്യ ഉന്നയിച്ച ആരോപണങ്ങൾ അത്രയും അർഹിക്കുന്നത്ര അവജ്ഞയോടെ പുച്ഛത്തോടു കൂടി തന്നെയാണ് നവീൻ ബാബുവിൻ്റെ സഹപ്രവർത്തകരും മറ്റുള്ള ആളുകളും തള്ളിക്കളഞ്ഞത്. എന്നാൽ ഇവിടെ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ കണ്ണൂർ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ PP ദിവ്യ കയറി വന്നുകൊണ്ട് ഒരു പെട്രോൾ പമ്പ് അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് നവീൻ ബാബു TV പ്രശാന്തൻ എന്ന് പറയുന്ന ആളുടെ കയ്യിൽ നിന്നും 98,500 രൂപ കൈക്കൂലി വാങ്ങി എന്ന് പറയുകയുണ്ടായി. പ്രശാന്തനും ഇത് ആവർത്തിച്ചിട്ടുണ്ട്. എന്നാൽ എന്തുകൊണ്ടാണ് പോലീസ് പ്രശാന്തൻ പറയുന്നത് കളവാണോ ഇല്ലയോ എന്നറിയുവാൻ വേണ്ടി ഇപ്പോഴും നാർക്കോട്ടിക് അനാലിസിസ് നടത്താത്തത്? എന്തുകൊണ്ടാണ് നുണ പരിശോധന നടത്താത്തത്? പെരുമ്പാവൂർ ജിഷ എന്ന് പറഞ്ഞ ഒരു നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ പരിസര പ്രദേശങ്ങളിലുള്ള ആളുകളെ എല്ലാവരെയും പോലീസ് കൊണ്ടുപോയി ഇടിച്ച് ഭേദ്യം ചെയ്ത് പലരെയും കുറ്റവാളികളാക്കാൻ ശ്രമിക്കുന്ന കാഴ്ച കേരളത്തിന് ഇനിയും മറക്കാറായിട്ടില്ല. അമീറുൽ ഇസ്ലാമിലേക്ക് ഈ കേസ് എത്തുന്നത് വരെ പരിസരവാസികളായ പലരെയും പോലീസ് സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിളിച്ചു വരുത്തുകയും ചോദ്യം ചെയ്യുകയും അതിൽ പലരെയും അതിമൃഗീയമായി മർദ്ദിക്കുകയുണ്ടായെന്ന് വരെ അവർ തന്നെ സാക്ഷ്യം ചെയ്തതാണ്. ഞങ്ങളുടെ ചാനലിലൂടെ അത് സംപ്രേഷണം ചെയ്തതുമാണ്. എന്നാൽ നവീൻ ബാബു എന്ന കറകളഞ്ഞ ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പോലീസ് അന്വേഷണം ഒന്നോ രണ്ടോ ആളുകളിൽ മാത്രം ഒതുക്കി നിർത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. നവീൻ ബാബുവിനെ യാത്രയയപ്പ് ചടങ്ങിന് ശേഷം ഡ്രൈവർ ഷംസുദ്ദീൻ മുനീശ്വരൻ കോവിൽ പരിസരത്ത് കൊണ്ടുവന്ന് ഇറക്കി എന്നാണ് പറയുന്നത്. പിന്നീട് ഷംസുദ്ദീൻ എങ്ങോട്ട് പോയി എന്നുള്ള യാതൊരു വിവരവും ഇല്ല. പിറ്റേ ദിവസം ഷംസുദ്ദീനെ നവീൻ്റെ വീട്ടിൽ നിന്നും വിളിച്ച് ചോദിക്കുന്നു. നവീൻ ബാബു പത്തനംതിട്ടയിൽ എത്തിയിട്ടില്ല, എന്താണ് അദ്ദേഹത്തിന് പറ്റിയതെന്ന് ചോദിക്കുമ്പോഴാണ് അത്രേ ഷംസുദ്ദീൻ ക്വാർട്ടേഴ്സിലേക്ക് ചെല്ലുന്നത്. ക്വാർട്ടേഴ്സിൻ്റെ വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ടത് കാരണം അകത്ത് കയറാൻ ഷംസുദ്ദീന് ഭയമായത്രേ. ഒരു വീടിൻ്റെ വാതിൽ തുറന്നു കിടക്കുമ്പോൾ എന്തുകൊണ്ടാണ് അകത്തേക്ക് കയറാൻ ഭയപ്പെടുന്നത്? ഒന്നുകിൽ കോളിംഗ് ബെല്ലടിക്കുക, അല്ല എന്നുണ്ടെങ്കിൽ അത്രത്തോളം പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് നവീൻ ബാബു, വർഷങ്ങളായി ജോലി ചെയ്യുന്ന ആളാണ്. നവീൻ ബാബു ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്ന് അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് അകത്തേക്ക് കയറാൻ ഷംസുദ്ദീൻ പേടിക്കേണ്ട കാര്യം എന്താണ്? അപ്പോൾ ഷംസുദ്ദീൻ അകത്ത് കയറുകയാണെങ്കിൽ തീർച്ചയായും ഷംസുദ്ദീൻ അവിടെ അറിഞ്ഞു ചെല്ലുന്ന ആദ്യത്തെ ആളായി മാർക്ക് ചെയ്യപ്പെടും എന്ന് ഷംസുദ്ദീന് കൃത്യമായി അറിയാം. കാരണം ഈ കതക് തുറന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അവിടെ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഷംസുദ്ദീൻ സംശയിച്ചത് എന്തുകൊണ്ടാണ് പേടിച്ച് പുറത്തു നിന്നത്? പേടിപ്പെടുത്തുന്നത് എന്തെങ്കിലും അകത്ത് നടന്നിട്ടുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഷംസുദ്ദീൻ അയൽവക്കത്ത് താമസിക്കുന്ന എഞ്ചിനീയറുടെ ഡ്രൈവറുമായി കൂടി വന്ന്, അല്ലെങ്കിൽ എഞ്ചിനീയറെയും കൂട്ടി വന്ന് അകത്ത് കയറാൻ വേണ്ടി ശ്രമിച്ചത്? ഇതിലൊക്കെ ദുരൂഹതയുണ്ട്. എന്തുകൊണ്ടാണ് പോലീസ് ഷംസുദ്ദീനെ ചോദ്യം ചെയ്യാത്തത്? പെരുമ്പാവൂരിൽ ജിഷ എന്ന നിയമ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അയൽവക്കക്കാരടക്കം നാട്ടുകാരടക്കം ആളുകളെ വിളിച്ചുകൊണ്ടുപോയി പോലീസ് ചോദ്യം ചെയ്യുകയുണ്ടായല്ലോ. എന്തുകൊണ്ടാണ് ഷംസുദ്ദീനെ അത്തരത്തിൽ ചോദ്യം ചെയ്യാൻ പോലീസ് മുതിരാത്തത്? എന്തുകൊണ്ടാണ് നവീൻ ബാബുവിന് കൈക്കൂലി കൊടുത്തു എന്ന് പറയുന്ന TV പ്രശാന്തനെ പോലീസ് കൃത്യമായി അന്വേഷണ പരിധിയിൽ നിന്ന് നീക്കി നിർത്തിയിരിക്കുന്നത്? ബഹുമാനപ്പെട്ട തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഈ TV പ്രശാന്തന് നോട്ടീസ് അയച്ചിട്ടുണ്ടല്ലോ. ഇത്തരം സാഹചര്യങ്ങൾക്ക് ഉണ്ടായിട്ടും പ്രതികളെന്ന് സംശയിക്കപ്പെടുന്ന, അല്ലെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ ചോദ്യം ചെയ്യാൻ ഇടയുള്ള ആളുകളെ എന്തുകൊണ്ട് പോലീസ് ഒഴിവാക്കി നിർത്തിയിരിക്കുന്നു? ഇത് ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. മാത്രമല്ല, നവീൻ ബാബു മുനീശ്വരൻ കോവിലിൽ നിന്നും എങ്ങനെയാണ് രാത്രി തൻ്റെ ക്വാർട്ടേഴ്സിലേക്ക് എത്തിയത്? താക്കോൽ പൂട്ടിയിട്ടായിരിക്കും മിക്കവാറും നവീൻ ബാബു
പോയിട്ടുണ്ടാകുക. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് പിന്നീട് ക്വാർട്ടേഴ്സിലേക്ക് വന്നത്? എങ്ങനെയാണ് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തം കണ്ടത്? രക്തത്തിൽ കുതിർന്ന നിലയിലായിരുന്നു അടിവസ്ത്രം എന്ന് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ കണ്ടിട്ടില്ലയോ? നവീൻ ബാബുവിന്റെ മൃതശരീരത്തിൽ ആന്തരികമായോ ബാഹ്യമായോ മുറിവുകളില്ല എന്ന് ഡോക്ടർ പോസ്റ്റ്മോർട്ടത്തിൽ എഴുതുമ്പോൾ പിന്നെ ഈ രക്തം എവിടെ നിന്ന് വന്നു? എന്തുകൊണ്ടാണ് ഷംസുദ്ദീനെ കോർണർ ചെയ്യാതെ പോലീസ് മുന്നോട്ട് പോയിരിക്കുന്നത്? എന്തുകൊണ്ടാണ് ടി വി പ്രശാന്തിനെ നാർക്കോട്ടിക് അനാലിസിസിന് വിധേയമാക്കാത്തത്? ഇത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കേണ്ടത് തന്നെയല്ലേ? അങ്ങനെയെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ കൃത്യമായ രീതിയിൽ നിഷ്ക്രിയത്വം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോഴും ഈ കേസുമായി ബന്ധപ്പെട്ട് പലരും പറയുന്നത് ഡ്രൈവർ ഷംസുദ്ദീന് കൃത്യമായ രീതിയിൽ ഈ വിവരങ്ങൾ അറിയാൻ സാധിക്കും. നവീൻ ബാബുവിനെ മാരകമായി ഉപദ്രവിച്ചിട്ട് അദ്ദേഹം ബോധരഹിതനായി വീഴുകയോ അല്ലെങ്കിൽ ബോധരഹിതനായി വീണു കഴിഞ്ഞപ്പോൾ മനഃപൂർവ്വം കഴുത്തിൽ കയറിട്ട് കെട്ടിത്തൂക്കി കൊന്നതാണ് എന്ന് തന്നെയാണ് ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുബോധം മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഡ്രൈവർ ഷംസുദ്ദീനോ പ്രശാന്തിനോ അടക്കമുള്ള ആളുകളുടെ പങ്കുണ്ടോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടത് തന്നെയാണ്. എന്തുകൊണ്ടാണ് പോലീസ് ആ വിഷയത്തിൽ കണ്ണടച്ച് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. സാധാരണഗതിയിൽ സംശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് നാട്ടുകാരെ ചോദ്യം ചെയ്യുന്ന പതിവ് പല കാര്യങ്ങളിലും കണ്ടിട്ടുണ്ട്. ആലുവയിൽ അന്യദേശ തൊഴിലാളിയുടെ കുട്ടി മരിച്ചപ്പോഴെല്ലാം ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് ഡ്രൈവർ ഷംസുദ്ദീനെ അത്തരത്തിൽ ചോദ്യം ചെയ്യുവാനായി പോലീസ് മുതിരാത്തത് എന്നുള്ള സംശയം തന്നെയാണ് ഇപ്പോൾ കേരളത്തിന്റെ പൊതുബോധം മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഒക്ടോബർ 15-ാം തീയതിയാണ് നവീൻ ബാബു തൂങ്ങി മരിച്ച നിലയിൽ കാണപ്പെടുന്നത്. ഒക്ടോബർ 14-ാം തീയതിയാണ് യാത്രയയപ്പ് ചടങ്ങ് കഴിഞ്ഞത്. ഒക്ടോബർ 10 മുതൽ നവീൻ ബാബുവിന്റെ ഫോണിലേക്ക് വന്ന കോളുകളും അതിൽ നിന്ന് തിരിച്ചു പോയിട്ടുള്ള കോളുകളും ടി വി പ്രശാന്തിൻ്റെയും ഡ്രൈവർ ഷംസുദ്ദീൻ്റെയും PP ദിവ്യയുടെയും കളക്ടറുടെയും എല്ലാം കോളുകൾ ഇതുപോലെ കൃത്യമായ രീതിയിൽ സംരക്ഷിച്ച് പരിശോധിക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ വിഷയത്തിൽ ഒരു തുമ്പുണ്ടാകും എന്ന് കുറ്റാന്വേഷണ മേഖലയിൽ വിദഗ്ധരായ ആളുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ പോലീസ് എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ ഇരുട്ടിൽ കറുത്ത പൂച്ചയെ തപ്പി നടക്കുന്നത് പോലെ ചില ആളുകളിലേക്ക് മാത്രം ഇതിൻ്റെ ഫോക്കസ് കേന്ദ്രീകരിച്ചു കൊണ്ട് പോകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കൃത്യമായും ഈ വിഷയത്തിൽ പോലീസിന് ഒരു കൈവിലങ്ങ് വീണിരിക്കുന്നു, അല്ലെങ്കിൽ പോലീസിന് കൂച്ചുവിലങ്ങിട്ട് നിർത്തിയിരിക്കുന്നു. ഞങ്ങൾ പറയുന്നതിനപ്പുറത്തേക്ക് അന്വേഷണം പോകണ്ട എന്ന് മുകളിൽ നിന്ന് പോലീസിന് കൃത്യമായ നിർദ്ദേശം കിട്ടിയിരിക്കുന്നു. ആരാണ് നവീൻ ബാബുവിനെ കൊല ചെയ്തത് എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള അന്വേഷണങ്ങളല്ല നടക്കുന്നത്. നവീൻ ബാബു ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണങ്ങളാണ് പോലീസ് അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ കുറ്റാന്വേഷണ മേഖലയിൽ ഇങ്ങനെയാണോ ഒരു കേസ് അന്വേഷിക്കുന്നത് എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങളും ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും നവീൻ ബാബുവിൻ്റെ ദുരൂഹമായ മരണത്തിൽ ഡ്രൈവർ ഷംസുദ്ദീനും ടി വി പ്രശാന്തിനും PP ദിവ്യയും ജില്ലാ കളക്ടർ അരുൺ വിജയനും അടങ്ങുന്ന ഒരു സംഘത്തിന് കൃത്യമായ സൂചനകൾ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാവുന്നതാണ്. കണ്ണൂരിലെ രാഷ്ട്രീയ ചിന്താഗതികളും എല്ലാവർക്കും അറിയാവുന്നതാണ്. CPM അവിടെ ഒന്ന് തീരുമാനിച്ചാൽ അതിനപ്പുറത്തേക്ക് അവിടെ കോടതിയോ മറ്റു നിയമങ്ങളോ ഇല്ലാത്ത അവസ്ഥയിലാണ് പലപ്പോഴും കാര്യങ്ങൾ നീങ്ങുന്നത്. അങ്ങനെയാണെങ്കിൽ CPMന്റെ സ്ഥാപിത താല്പര്യക്കാരുടെ കണ്ണിലെ കരടായിരുന്ന നവീൻ ബാബു പല ഇടപാടുകളും കണ്ടറിഞ്ഞിട്ടുണ്ട്. പല ഇടപാടുകളുടെയും രഹസ്യ വിവരങ്ങൾ നവീൻ ബാബുവിൻ്റെ അടുത്തുണ്ടായിരുന്നു. കണ്ണൂരിലും പരിസര പ്രദേശത്ത് നടന്ന ഭൂമാഫിയകളുടെ, കോറി മാഫിയകളുടെ വഴിവിട്ട പല പ്രവർത്തനങ്ങളെക്കുറിച്ചും നവീൻ ബാബുവിന് അറിയാമായിരുന്നു. കണ്ണൂരിലും പരിസര പ്രദേശത്തും അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പെട്രോൾ പമ്പുമായി ബന്ധപ്പെട്ട പല വിവാദങ്ങളും പല ബിനാമികളെയും നവീൻ ബാബു കൃത്യമായി മനസ്സിലാക്കി വച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ TTK ദേവസ്വത്തിൻ്റെ ആയിരക്കണക്കിന് ഏക്കർ ഭൂമി CPMന്റെ ബിനാമികളുടെ പേരിൽ പതിച്ചെടുത്തതുമെല്ലാം കൃത്യമായി നവീൻ ബാബുവിന് അറിയാമായിരുന്നു. കൂടാതെ കണ്ണൂരിലും വയനാട്ടിലും നടന്ന 5000 കോടി രൂപയുടെ ഭൂമി ഇടപാടുകളുടെ കൃത്യമായ രേഖകൾ നവീൻ ബാബു തൻ്റെ ഫയലിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിലേക്ക് എത്തിച്ചത്, അഥവാ നവീൻ ബാബുവിനെ കൊലപ്പെടുത്തുന്നതിലേക്കുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയത്. ഇത്തരം കാര്യങ്ങൾക്കെതിരെ എന്തുകൊണ്ടാണ് പോലീസ് ഉണർത്തും പ്രവർത്തിക്കാത്തത് എന്നാണ് നവീൻ ബാബുവിൻ്റെ കുടുംബവും കേരളീയ പൊതുസമൂഹവും ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ഡ്രൈവർ ഷംസുദ്ദീനും ജില്ലാ കളക്ടർ അരുൺ വിജയനും PP ദിവ്യയും പ്രശാന്തിനുമെല്ലാം അടങ്ങുന്ന ഒരു സംഘം ഭൂമാഫിയകളും കോറി മാഫിയകളുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില അവിഹിത ബന്ധങ്ങളുടെ ഫലമായാണോ നവീൻ ബാബുവിന് തൻ്റെ ജീവൻ നഷ്ടമായത് എന്നുള്ള കാര്യം അന്വേഷിക്കേണ്ടത് തന്നെയാണ്. പോലീസ് ഈ വഴിക്ക് അന്വേഷണം എന്തുകൊണ്ട് കൊണ്ടുപോകുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ കേരളീയ പൊതുസമൂഹം ചോദിക്കുന്നത്. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ ഇതിൻ്റെ വിവരങ്ങൾ കൃത്യമായി മറനീക്കി പുറത്തു വരും എന്ന് വിശ്വസിക്കാം. ഈ വരുന്ന 12-ാം തീയതി നവീൻ ബാബുവിൻ്റെ കുടുംബം ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ വാദം കേൾക്കുന്നു. നവീൻ ബാബുവിൻ്റെ ദുരൂഹ മരണത്തിൽ CBI അന്വേഷണമാണ് കുടുംബം ആവശ്യപ്പെട്ടിരിക്കുന്നത്. ജസ്റ്റിസ് കൗസർ എടപ്പക്കത്ത് കുടുംബത്തിൻ്റെ ഈ ആവശ്യം അംഗീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.